പിന്നെ എല്ലാവരോടും സ്കൂളിൽ നിന്നൊരു ക്യാമ്പ് ഉണ്ട്. ഇപ്പോഴാണോ വരുന്നേ? ഇത്ര നേരം എവിടെയായിരുന്നു? അത് പിന്നെ മിസ്സേ, ഞാൻ മാം അവള് നേരത്തെ വന്നിരുന്നാ, പിന്നെ ബുക്ക് എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആണോ മഞ്ജു, അങ്ങനെയാണോ? അതെ മിസ്സേ. വെറുതെ അല്ല ബാഗ് കയ്യിലില്ലാത്തതല്ലേ? ഞാൻ വിശ്വസിച്ചു. ആട്ടെ, എന്നിട്ട് ബുക്ക് എവിടെ? ഏത് ബുക്കാ മറന്നത്? അത് പിന്നെ മിസ്സേ, ബുക്ക് കാണാനില്ല. ഏത് ബുക്കാ? മലയാളം. നാളെ വരുമ്പോ ബുക്ക് കൊണ്ട് വന്നാ മതി. താങ്ക്സ്. വെൽക്കം മഞ്ജു. മിസ്സേ എന്ത് ക്യാമ്പിനെ കുറിച്ചാ പറഞ്ഞത്? അതിനെ കുറിച്ച് പറയാം. ഒരു ഫോറസ്റ്റ് ക്യാമ്പ്. മിസ്സേ അങ്ങനെ പറയുന്ന അവിടെ നിൽക്കോ? അതെ, 2 days നിൽക്കും. നിങ്ങളുടെ പാരന്റ്സിന്റെ അപ്രൂവൽ വേണം. അതായത് ഒരു സമ്മതപത്രം എല്ലാവരും നാളെ വരുമ്പോ കൊണ്ടുവരണം. ക്യാമ്പിന് വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കും. മിസ്സേ ഞാനും മഞ്ജുവും എന്തായാലും ഉണ്ടാകും. ഡെഫിനറ്റ്ലി വി വിൽ കം. ഓ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. എന്താ എന്ത് ചെയ്യാമേ? എന്തിനാ ഇതൊക്കെ മോളറിയുന്നേ? അത് പിന്നെ അമ്മയ്ക്ക് എന്തൊരു സഹായം വേണോ? അശ്ശോടാ, ഇപ്പോഴാണ് എന്റെ മോൾ അമ്മ പണിയെടുക്കുന്നതൊക്കെ കാണുന്നേ. അമ്മ ഡ്രസ് ചിക്കാൻ പോവാണോ? അതെ, ഇതൊന്നും ഉണക്കി എടുക്കണല്ലോ. ഒരു ദിവസം 4-5 കൂട്ടാണല്ലോ എന്റെ മോളെ ഇട്ടുകൊടുക്കുന്നത്. ഞാനത് ചിക്കാൻ കൊണ്ടുപോവാ. അമ്മേ എന്തേ നടക്കുന്നേ? പാറ എന്തായി ചോദിക്കുന്ന അമ്മയുടെ അടുത്ത്? ഞാൻ കേൾക്കുന്നതൊക്കെ സത്യാണോ? നിന്നെ കൊണ്ടേ എനിക്കൊരു ഉപകാരമില്ല. ഉപകാരം ചെയ്യുന്നവരെ കുറ്റം പറയാനോ? ഇപ്പൊ കുറ്റം മൊത്തം എനിക്കായ. നിനക്കെന്നാ? ആ കൊച്ചു എന്റെ അടുത്ത് പണിയുണ്ടോ ചോദിച്ചു വന്നാണോ ഇപ്പൊ കുറ്റം? നീയേ എനിക്കൊന്നും ചെയ്തു തരില്ല. അവളെല്ലാം ചെയ്തെന്നോടെ വിചാരിച്ചൂടെ? അമ്മേ ഈ ഷോപ്പിംഗ് ഒക്കെ അവർക്ക് സ്കൂളിന് ക്യാമ്പിന് പോവാനാ. ക്യാമ്പോ? അതെ അമ്മേ, ഇവരുടെ ക്ലാസ്സിൽ നിന്ന് ഒരു ക്യാമ്പ് ഉണ്ട്. ഒരു ഫോറസ്റ്റ് ക്യാമ്പ് 2 days. ആണോ? അതിന് വേണ്ടിട്ടാണോ? അതിന് വേണ്ടിട്ടൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്. അമ്മയ്ക്ക് ഒരു സമ്മതപത്രം എഴുതി തന്നാ നന്നായിരുന്നു. കണ്ടമ്മേ, കണ്ടില്ലേ? അമ്മയോടുള്ള സ്നേഹം കൂടിയിട്ടൊന്നുമില്ല. ഇത് വേണ്ട അടവാ. അടവിനേലും അവള് ചോദിച്ചല്ലോ, നീ അതും ചെയ്യാറില്ല. പാറു, ഞാൻ സമ്മതിക്കില്ല. 2 ദിവസത്തേക്കൊന്നും കാട്ടിൽ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. നിനക്ക് മഞ്ഞ അലർജി ഉള്ളതല്ലേ? പറ്റില്ല പാറു, പറ്റില്ലെന്ന് പറഞ്ഞ പറ്റത്തില്ല. മനസ്സിലായോ നിനക്ക്? ആഹാ, ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ട്. ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്. ഞാൻ മാത്രമില്ല. എങ്ങനെയാ അമ്മ പറയാ? ഞാനത് വിശ്വസിക്കില്ല. പാത്തോനും മഞ്ഞനൊക്കെ വിടുവോ? അത് വിടും. വിടും അമ്മേ. ഞാൻ ചെയ്തോളാം. ഇങ്ങോട്ടാ. പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? നീ ഒരു സോപ്പ് ഇട്ടിട്ടും കാര്യമില്ല. മനസ്സിലായോ? മലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാനേ മാണിക്യ മലരായ പൂവി. ആ പാത്തുവോ, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? എന്താ ഒരു സോപ്പിടലൊക്കെ? എനിക്ക് എന്താണ് സോപ്പിന്റെ പിന്നില്? അതെങ്ങനെ ഉമ്മച്ചിങ്ങൾക്ക് മനസ്സിലായത്? ഇത്ര സ്നേഹത്തോടെ ഉമ്മച്ചിയെന്ന് വിളിച്ചു വരണമെങ്കിൽ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടാവും അല്ലേ? അങ്ങനൊക്കെ ചോദിച്ചാ ചെറുങ്ങനൊക്കെ ഉണ്ട്. എന്നാ പറഞ്ഞൂടെ, എന്താ എനിക്ക് സാധിക്കാനുള്ളത്? പുതിയ ഡ്രസ് എടുക്കണോ? എന്താണ് ഉമ്മച്ചിന്റെ കുട്ടിക്ക് ഇപ്പൊ എത്ര അത്യാവശ്യം? തേടി ഇവിടെ വരെ വരണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് സാധിക്കാണ്ടാവുമല്ലോ. ഉറപ്പായും ഉണ്ട്. അത് പിന്നെ മറ്റേ ഈ സ്കൂളിൽ നിന്നില്ലമ്മ, പഠനയാത്ര പോലെയേ ഒരു ക്യാമ്പിന് പോകുന്നുണ്ട്. ഫോറസ്റ്റ് ക്യാമ്പിന് മറ്റേ കണ്ടിട്ട് ഈ ടെൻ്റൊക്കെ കെട്ടിയിട്ട് അങ്ങനെ നമുക്ക് കുറെ പഠിക്കാനൊക്കെ പറ്റും അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ട്. 2 ദിവസം ഞങ്ങളവിടെ നിൽക്കും. ഉമ്മച്ചിന്റെ കുട്ടിക്ക് അതിന് പോകണോ? എനിക്ക് അത്ര വലിയ പൂതിയൊന്നുമില്ല. ഉമ്മച്ച അയച്ചാൽ ഞാൻ പോകും. അത് ഉമ്മച്ച അയച്ചാൽ ഞാൻ പോകും. ഉറപ്പമ്മ. എനിക്ക് ഇഷ്ടമല്ല. ബട്ട് ഉമ്മച്ച അയച്ചാൽ ഞാൻ പോകും. ഉറപ്പ്. അന്നപ്പോ ഞാൻ പറഞ്ഞേക്കൂടാ നാട്ടപ്പാതൊക്കെ കാട്ടി പോയിക്കാനേ. എവിടേക്കും പോവില്ല. എനിക്ക് പോണം. അയ്യോ, കുറച്ചു മുന്നേ എന്താ പറഞ്ഞത്? ഉമ്മച്ച അയച്ചാൽ മാത്രം പോവുള്ളൂ. പോവൊരു പൂതിയില്ല. നിലപ്പൊന്ന് പോണം എനിക്ക്. ഉമ്മച്ച പാറക്കൂട്ടിനെ മിന്നിനൊക്കെ അയച്ചിക്കണേ. അവരൊക്കെ ഇപ്പൊ സമ്മതിക്കും. കണ്ടാ തന്നെ 2 ദിവസമൊക്കെ പറ്റില്ല. അതും കാട്ടില്. തീരെ ശ്രദ്ധയില്ലാത്ത നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കും. എന്ത് കുമ്മാന്ന്? എവിടേക്കും പോവില്ല. മരയൊക്കെ പെരയിൽ പോയി 2 അക്ഷരം പഠിക്കാൻ നോക്ക്. പിന്നെ കാട്ടിൽ പോയിട്ടല്ലേ ഇരുന്ന് പഠിക്കല്. അതേന്നെ കിട്ടൂ. ഞങ്ങളെത്തി മുണ്ടൂലഞ്ഞി. നിങ്ങളോ ജായം വെച്ചാണ്.
പാത്തോ ആ ഇത് വന്ന എന്റെ അമ്മച്ചി അയക്കടില്ലടി എന്നെ മോളോ എന്റെ അമ്മ അയച്ചടി ഞാൻ ചോദിച്ചിട്ടില്ല വേഗം പോയി ചോദിച്ചോക്ക് അന്ന അയക്കോ ചോദിച്ചോക്ക അന്ന അയച്ചതാ പാത്തൂനെ അയക്ക പാത്തു വാ നമുക്ക് കളിക്കാൻ പോവാം ആ ഞാൻ വരാം ഞങ്ങൾ കളിക്കാൻ പോവാണേ പോയിക്കോ എന്താ ചോദിക്കാൻ നീ എടി സത്യം പറഞ്ഞ ഞാൻ ചോദിച്ചു ലേ വിട്ടില്ല അതേർക്കും ഇനി പനിക്ക് പറയാനുള്ളത് എനിക്കറിയാം എന്റെ അവസ്ഥ തന്നെ എന്റെ അവസ്ഥ അതന്നെ ഇനി എന്താ ചെയ്യാ എനിക്ക് തോന്നണില്ല എന്നെ വിടുന്ന് എന്റെ ഉമ്മച്ചിന്നെ വിടൂല എന്നെ വിടത്തില്ല വീട്ടിൽ നിന്ന് എന്താ ചെയ്യാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി ആ ക്യാമ്പിൽ പോവാനായിട്ട് എന്ത് ചെയ്തിട്ട് നമ്മൾ ഇനി പോവാ എനിക്ക് തോന്നണില്ല നമ്മളെ വിടുന്ന് നമ്മളെ മരുന്ന് നമ്മളെ വിടുവോ എന്തോ ഒരു കഷ്ടാണ് ഇപ്പത് ഇതിനത്ര മാറ്റി പൈസ പോലും വേണ്ട എന്നിട്ടും നമ്മളെ വിടണില്ലല്ലോ എന്തോ ഒരു കഷ്ടാണ് ഇതൊക്കെ അതെന്നെ നമ്മളെന്ത് പഠനയാത്രയ്ക്ക് പോവല്ലേ നാളെ തന്നെ ടീച്ചറ് സമ്മതപത്രം കൊടുക്കാനും പറഞ്ഞല്ലോ നമ്മൾ കുടുങ്ങിയല്ലേ ആ ഇനിയിപ്പോ എന്താ ചെയ്യാ ആ മറ്റേ ഇമ്മിനെയും അവളുടെ ഫ്രണ്ട് ചിഞ്ചുവിനൊക്കെ വിട്ടു കാണും അവരൊക്കെ പോയി അടിച്ചു പൊളിക്കും നമ്മൾ മാത്രം ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വരില്ലേ സാരമില്ലടേ നമുക്ക് പെരയിലിരിക്കാം വേറെ വഴിയില്ല എന്തായാലും പോണ പാത്തോ എന്ത് ചെയ്തിട്ടായാലും ഇനിയിപ്പോ എന്താ ചെയ്യാ നമുക്കൊന്ന് പോവാനായിട്ട് ഹേയ് ഗേൾസ് ഹായ് എംലി നിങ്ങളെ വീട്ടില്ലേ ഇല്ല എംലി അതെന്താ നിങ്ങളെ വിടാഞ്ഞത് ഓ ഐ തിങ്ക് മണി ഇസ് ദ പ്രോബ്ലം ഒരു 100 rupees പോലും നിങ്ങളുടെ വീട്ടുകാർക്ക് എടുക്കാനില്ലേ ഗായ്സ് അതുകൊണ്ടല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് വിടൂല അതുകൊണ്ടാ പൈസ ഇല്ലാത്തോണ്ടൊന്നുമല്ല ഇതൊരു പ്രോബ്ലമേ അല്ല ഗായ്സ് മണി ഇസ് ദ പ്രോബ്ലം ഐ വിൽ സോൾവ് നോ 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 നീഡ് ചിൽ ഗായ്സ് ഐ ആം ട്രൈയിങ് ടു ഹെൽപ്പ് യു നോ താങ്ക്സ് അതല്ല പ്രോബ്ലം ഞങ്ങൾ വിടില്ല അതന്നെ ഓ ഐ വിഷ് യു ടു ഹാവ് മസ്റ്റ് കം ബട്ട് വൈ നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാറില്ലല്ലോ ദാറ്റ്സ് നോട്ട് ദ മാറ്റർ സോ ഗൈസ് എനിക്ക് വീട്ടിൽ പോകണം ഞാൻ നിങ്ങൾ വരുന്നുണ്ടോ അറിയാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാ സോ ഗൈസ് ഞങ്ങൾക്ക് ഇന്നൊരു 5-star ഹോട്ടലിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഞങ്ങൾ പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണം ഓക്കെ എമിലി അവിടെ 5-star ഹോട്ടൽ ഈ അഹങ്കാരം കേൾക്കാനാണല്ലോ നമ്മൾ പോവാതിരിക്കുന്നത് ശരിക്കും നമ്മൾ ഇതിന് പോകണം അങ്ങനെ വേണം അവളോട് തിരിച്ചടിക്കാൻ അവളുടെ വിചാരം പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോവാത്തേനാ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നെ അയച്ചോ ഇല്ലയോ അയച്ചു ഇല്ല അയച്ചിട്ടില്ല എന്തിനാ ചിരിക്കുന്നേ ഓ എനിക്കറിയാം നിങ്ങൾ അയച്ചിട്ടില്ലാന്ന് അതെങ്ങനെ നമ്മുടെ 3 അമ്മമാർക്കും ഒരേ മനസ്സും ഒരേ ചിന്തയും അല്ലേ അപ്പൊ ഒരേ റിപ്ലൈ കാണും സോ ഗൈസ് എന്നെ അയച്ചിട്ടില്ല നിങ്ങൾ അയച്ചിട്ടില്ല ഇനി എന്താണ് പ്ലാൻ അതോട് കളിക്ക് ഞാൻ വിചാരിച്ച എന്നെ അയച്ചിക്കണെന്ന് ഗൈസ് ഐ ഹാവ് എ പ്ലാൻ നമ്മളെ എല്ലായിടത്തേക്കും അയക്കും നമ്മുടെ അമ്മമാർ അതിനു വേണ്ടി എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട് അതെന്ത് പ്ലാനാ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ നമ്മളെ അമ്മമാരെ മരിക്കാൻ പറ്റിയ എന്ത് പ്ലാനാ ഈ ലോകത്തുള്ളത് പറഞ്ഞേട്ടിക്കാം പ്ലാൻ എന്താന്ന് ഞാൻ പറയാൻ പോവാണേ 1 2